ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ട്യൂറ്റിനിക്ക് ഒരു പുതിയ കാർബറേറ്റർ വാങ്ങിയിട്ടുണ്ട്. കാർബറേറ്റർ പുതിയത് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാർബറേറ്ററിന് എപ്പോഴും ഓവർഫ്ലോയും അതുപോലെ തന്നെ മിസ്സിംഗ് ഒക്കെ ആയിരുന്നു. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കാർബറേറ്റർ വാങ്ങിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ കാർബറേറ്റർ. നമുക്ക് ഫുള്ളോടെ അസംബിൾ ചെയ്ത് തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് വണ്ടിയിൽ നേരെ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ നമ്മൾ കാർബറേറ്റർ ഊരാനുള്ള പരിപാടികളൊക്കെ തുടങ്ങണം. അതിന് നമ്മൾ ആദ്യം നമ്മുടെ ബാറ്ററി സൈഡിലുള്ള കവർ ഊരി നമ്മുടെ സീറ്റും ടാങ്കിറ്റ് ഒന്ന് ഊരിയെടുക്കണം. അപ്പോൾ കാർബറേറ്ററിൻ്റെ പെട്രോൾ പൈപ്പാണ് നമ്മളിപ്പോൾ ഊരി വിട്ടേക്കുന്നത്. പെട്രോൾ ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ ഊരാൻ, പെട്രോൾ മൊത്തം ലീക്കായി പോകും. ഇനി നമ്മൾ സീറ്റ് ഒന്ന് ഊരിയെടുക്കാൻ പോവാണ്. സീറ്റ് രണ്ട് ഊരിയ ശേഷമാണ് നമ്മൾ നമ്മുടെ ടാങ്ക് ഊരുന്നത്. അപ്പം നമ്മുടെ ടാങ്കിൻ്റെ സ്ക്രൂ നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഊരാൻ എളുപ്പമുണ്ട്. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ആക്സിലറേറ്റർ കേബിളാണ് ഊരാൻ പോകുന്നത്. അപ്പോൾ ഒരു കാർബറേറ്റർ കൊടുക്കുന്ന ഒരു സെൻസർ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി നേരെ ആക്സിലറേറ്റർ കേബിൾ ഊരാം. ആക്സിലേറ്റർ കേബിൾ ഊരിയ ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് വരുന്ന മൗത്തും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ അവിടെ വരുന്ന മൗത്തിൻ്റെ അവിടെ രണ്ട് റബ്ബർ ബൂട്ടുകളുണ്ട്. അത് രണ്ട് മെറ്റൽ ടൈകളുണ്ട്. അത് രണ്ടും ലൂസ് ചെയ്തെടുക്കണം നമുക്ക്. അതിനുശേഷം നമ്മൾ കാർബറേറ്റർ നേരെ ഊരിയെടുക്കാവുന്നതാണ്. കാർബറേറ്റർ ഊരാൻ നേരത്ത് നമ്മൾ കുറച്ചൊക്കെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവിടെ വരുന്ന മൗത്തൊക്കെ കുറച്ച് പുറകോട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് തള്ളി കൊടുത്തിട്ട് വേണം നമുക്ക് ഊരാൻ. നമ്മളെന്നിട്ട് അവിടുന്ന് ലൂസ് ചെയ്ത ശേഷം കാർബറേറ്റർ വല സൈഡിലേക്ക് ചരിച്ച് അടിയിൽ കൂടി ഇങ്ങനെ എളുപ്പത്തിന് ഊരിയെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കാർബറേറ്റർ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കാർബറേറ്ററും പഴയ കാർബറേറ്ററും നമ്മളുടെ വ്യത്യാസം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാർബറേറ്ററും അതുപോലെ തന്നെ പഴയ കാർബറേറ്ററും. പഴയ കാർബറേറ്ററിൻ്റെ ചോക്കിൻ്റെ ഒക്കെ കേബിളെല്ലാം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പഴയ കാർബറേറ്റർ ഒന്ന് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ കാർബറേറ്ററിൻ്റെ ടോപ്പ് ഭാഗമാണ്. ഇവിടെയാണ് നമ്മുടെ വാക്കം പിസ്റ്റൺ വരുന്നത്. അപ്പോൾ വാക്കം പിസ്റ്റൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വാക്കം പിസ്റ്റൻ്റെ സൈഡെല്ലാം ഒരുപാട് തേഞ്ഞിരിപ്പുണ്ട്. അപ്പം ഈ വാക്കം പിസ്റ്റൻ്റെ സൈഡിൽ കൂടി എല്ലാം തേയ്മാനമൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് വണ്ടിയുടെ മൈലേജിനെ അതുപോലെ തന്നെ പെർഫോമൻസിനൊക്കെ ബാധിക്കുന്നതാണ്. ഇനി നമുക്ക് കാർബറേറ്ററിൻ്റെ അടിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കാർബറേറ്ററിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഊരി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കാർബറേറ്റർ ഒരുപാട് തവണയൊക്കെ ക്ലീൻ ചെയ്തതായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടിയിൽ നിന്നും വലിയ അഴുക്കൊന്നും കാണില്ല. ക്ലീൻ ചെയ്താലും മെച്ചമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു കാർബറേറ്റർ വാങ്ങിയത്. അപ്പോൾ നമുക്കിനി നമ്മുടെ പുതിയ കാർബറേറ്റർ വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് നമ്മൾ ഊരിയ പോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് ഒന്ന് ചെരിച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. എന്നിട്ട് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവിടെ വരുന്ന ബൂട്ട് നമ്മളൊന്ന് പുറകോട്ട് തള്ളി കൊടുത്തിട്ട് ആദ്യം നമ്മൾ ബാക്ക് സൈഡാണ് കയറ്റുന്നത്. എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് കയറ്റുന്നത്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സൂട്ടായിരിക്കുകയുള്ളൂ. കാർബറേറ്ററിൻ്റെ ബാക്ക് സൈഡ് എയർ ഫിൽറ്ററിലേക്ക് കയറാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയായിരുന്നു. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കാർബറേറ്റർ നേരെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാർബറേറ്ററിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന മൗത്തിൻ്റെയും മെറ്റൽ ടൈകളാണ് നമ്മൾ മുറുക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് കാർബറേറ്റർ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഈ ചെറിയ പൈപ്പ് നമ്മൾ വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് എഞ്ചിൻ്റെ അങ്ങോട്ടുള്ള കണക്ഷനാണ്. അത് നമ്മൾ നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് കാർബറേറ്ററിൻ്റെ ബാക്കി കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ കുത്തുന്നത് അതിൻ്റെ ഒരു സെൻസറാണ്. അത് നേരെ കുത്തിയ ശേഷം നമ്മൾ ആക്സിലറേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആക്സിലറേറ്റർ കേബിളും വണ്ടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സിലറേറ്റർ കേബിളിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്സിലറേറ്റർ ടൈറ്റായി നിൽക്കുന്ന പോലെ ആക്കണം.
അപ്പോൾ നമ്മുടെ കാർബറേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടാങ്കൊക്കെ വെച്ച് കാർബറേറ്ററിലെ പെട്രോളിൻ്റെ പൈപ്പിൻ്റെ കണക്ഷനും കൊടുത്ത് സീറ്റൊക്കെ വെക്കാവുന്നതാണ്.